കുവൈറ്റ് എയർപോർട്ടും വടക്കൻ ഇസ്രായേലും വീണ്ടും ഇറാൻ ആക്രമിച്ചു. എയർപോർട്ട് ടെർമിനൽ 1 ചേർന്ന് ഇരിക്കുന്ന സ്ഫോടനത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അത് മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതിൻ്റെ കഷ്ണങ്ങൾ ചെതറിത്തെറിച്ചതാണ് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. എയർപോർട്ട് അടിച്ചതായി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് 6ലധികം സ്ഫോടനം നടത്തി ഈ മേഖലയിൽ തീമയ വർഷിക്കുന്ന തരത്തിൽ തുരുതര മിസൈലുകൾ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് പരമാവധി മിഡിൽ ഈസ്റ്റിലെ എയർപോർട്ടുകളൊക്കെ അടിച്ചിരിക്കുന്നു. ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള അപകട സൂചനയും നിർദ്ദേശവും മുന്നോട്ട് നൽകിയിരിക്കുന്നു. ഈ വലിയ വലിയ ബിൽഡിങ്ങിൽ നിന്ന് താഴെ ഇറങ്ങാൻ വേണ്ടിയിട്ടും ഒഴിഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് തലത്തിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അറേബ്യൻ മേഖല എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, UAE, ഖത്തർ ഇതെല്ലാം ഇറാനാൽ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളാണ്. ഒമാൻ ഒഴികെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള 5 രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചു. എന്നാൽ ഈ സ്വതന്ത്രമായിരിക്കുന്ന ചില പ്രദേശങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അതായത് ഇപ്പോൾ കുവൈറ്റിൻ്റെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ എയർബേസുമായിട്ട് കേന്ദ്രീകരിച്ചതല്ല. അത് കുവൈത്തിൻ്റെ പരമാധികാരമാണ് ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ആ മേഖല ആക്രമിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ അന്വേഷിക്കുകയാണ്. അതിന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അത് ലക്ഷ്യം കണ്ടത് അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ മിസൈലിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിനെ ആക്രമിച്ച് പൊട്ടിത്തെറിച്ചതാണ്. അതിൻ്റെ കഷ്ണങ്ങൾ മാത്രമാണ് തെറിച്ചത്. അതല്ലാതെ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയതല്ല എന്നുള്ള റിപ്പോർട്ട് അതിൻ്റെ കൂടെ പറയുന്നു. 70ഓളം പേരാണ് ഇതിനിടയിലായിട്ട് ഇറാനിൽ കൊല്ലപ്പെട്ട് സ്ഥിരീകരിച്ചത്. അതിൽ 55 പേർ കുട്ടികളും മറ്റുള്ളവർ മുതിർന്നവരുമാണ്. ഒരു സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഇതിനോട് ചേർന്നാണ് ഇറാൻ്റെ സൈനിക കമാൻഡർമാരുടെ ഈ താമസ സ്ഥലങ്ങളുള്ളത്. അതുകൊണ്ട് അതിനെ ലക്ഷ്യം വെച്ചിട്ടാണോ എന്നുള്ളത് സംശയിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഖാംനൈ, ഇറാൻ്റെ സുപ്രീം ലീഡർ, രാജ്യത്തെ സംബോധന ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഭാവിയിൽ ഇറാൻ സ്വീകരിക്കുന്ന നടപടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചെല്ലാം അദ്ദേഹം കൃത്യമായ രീതിയിൽ പറയാവുന്നതാണ് എന്ന വിവരവും ഇപ്പോൾ ഇറാൻ അടക്കമുള്ള ഈ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ 2 ലക്ഷ്യങ്ങളാണ് അമേരിക്കയ്ക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. അത് ഒന്ന്, ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ സംരക്ഷിക്കുന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഈ സൈനിക ശക്തി തങ്ങളാണ് എന്ന് തെളിയിക്കുക. അവിടെയുള്ള വിഷയങ്ങളിലൊക്കെ മുൻപ് ഇടപെട്ട പോലെ തന്നെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിൽ തങ്ങളുടെ സൈനിക ബലവും ശക്തിയും തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഊർജവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായ സ്രോതസ് ഇറാനാണ്. അപ്പോൾ ഇറാനിലെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ നിന്ന് ചൈനയ്ക്ക് പെട്രോളിയം കൊടുക്കാൻ വേണ്ടി പാടില്ല. അത് തടയപ്പെടണമെങ്കിൽ അവിടെ ഭരണമാറ്റം വരണം. ആ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ അമേരിക്ക ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇറാൻ ആക്രമിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന് ഇപ്പോഴും അമേരിക്കക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പല ഘട്ടങ്ങളിലും അദ്ദേഹം മറുപടി പറയുന്നത്. കാര്യം തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച വിയന്നയിൽ വെച്ചിട്ട് സമാധാന ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അത് പ്രശ്നങ്ങൾ തീരാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നതോടനുബന്ധിച്ചാണ് വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. അതിൻ്റെ ദാരുണമായിരിക്കുന്ന ഫലവും അതിൻ്റെ പ്രയാസങ്ങളും അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്ത് വന്ന് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൂത്തികളുടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഏത് രാജ്യമാണ് എങ്ങനെയാണ് ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാകാത്ത വിധം ഈ മിസൈലുകളുടെ പെരുമയെ തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചു, അതായത് വടക്കൻ ഇസ്രായേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തീമയ വർഷിക്കുന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ മിസൈലുകൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ കുറവ് എണ്ണം മാത്രമാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. ബാക്കിയെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. അപ്പോൾ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇസ്രായേൽ രാജ്യം അപ്പാടെയും, അതായത് എയർപോർട്ട്, സീപോർട്ട് അടക്കമുള്ള തന്ത്രപ്രധാന മേഖല മുഴുവൻ ആക്രമിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ പടപ്പുറപ്പാട് എന്ന് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ അറേബ്യൻ മേഖലയും സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതൊരു മേഖലാ യുദ്ധമായിട്ട് മാറുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ യുദ്ധത്തിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സഹകരണത്തോട് കൂടിയിട്ട്
അമേരിക്കയെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാട് അറബ് രാജ്യങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ശത്രുവായി കണ്ടുകൊണ്ട് അവരെ ആക്രമിക്കും എന്നുള്ളതാണ്. എന്നാൽ അവരുടെ ഭാഗത്ത് നിന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇറാന് നേരെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അമേരിക്ക ആക്രമിച്ചിട്ടില്ല. അമേരിക്ക ആക്രമിച്ചത് ഇസ്രായേൽ വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആക്രമിക്കുന്നു എന്ന ചോദ്യത്തിലും ഇറാന് മറുപടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബേസുകളും സംവിധാനങ്ങളും നിങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. എല്ലാ കാലത്തും തങ്ങൾക്ക് അത് ഭീഷണിയാണ്. ഇറാനെ എങ്ങനെയാണോ അമേരിക്ക ഭീഷണിയായിട്ട് പറയുന്നത്, സമാനമായ രീതിയിൽ ഇറാന് അമേരിക്കയെ ഭീഷണിയായിട്ട് അറബ് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജിദ്ദയിൽ അവസാനിച്ച ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസി, അത് കൊല്ലപ്പെട്ട പ്രസിഡന്റ് ആയിരിക്കുന്ന ഇബ്രാഹിം റൈസി വളരെ കൃത്യതയോടുകൂടി പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഒരു കാലത്ത് നിങ്ങൾക്ക് സുരക്ഷ തരില്ല. അതുകൊണ്ട് അവരെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തികൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ സ്വതന്ത്രരാവണം. നിങ്ങളിപ്പോഴും സ്വതന്ത്രരല്ല എന്നുള്ളത്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ കാര്യം പൊടുന്നനെ പെട്ടെന്ന് മാറ്റാൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത സ്ഥിതി വന്നു. എന്നാൽ ഖത്തറിനെ ആക്രമിച്ചു ഇസ്രായേൽ. അതോടുകൂടി അന്ന് ഇബ്രാഹിം റൈസി പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് മാത്രമാണ് സത്യം എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർ വല്ലാതെ വൈകി. ഇപ്പോൾ ഇസ്രായേലിന് തിരിച്ചടിക്കാനൊന്നും ഖത്തറിന് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. പിന്നെ ഒരു മാപ്പ് പറയിപ്പിച്ചുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചത്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ് അന്നും ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് കൃത്യമാണ്. റഡാറിൽ പോലും ചിത്രങ്ങൾ കുടുങ്ങാത്ത വിധം ഒന്നൊക്കെ റഡാർ ഓഫാക്കി വെക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ പുറത്ത് വിടാതിരിക്കുകയോ അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മുൻപ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രതിഫലിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ നമ്മൾ വരുന്ന സമയത്ത് കുവൈറ്റിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, വടക്കൻ ഇസ്രായേലിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ തേരോട്ടം നടക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.